ശ്രീനാരായണ ഗുരുദേവന്റെ 12ാമത് ജയന്തി ആഘോഷമാക്കി സംസ്ഥാനം. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ചതയദിനാഘോഷ പരിപാടികളും റാലിയും നടന്നു. ശിവഗിരിയിൽ നടന്ന പരിപാടി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെമ്പഴന്തി ഗുരുകുലത്തിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി തീർത്ഥാടന കേന്ദ്രത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയതോടുകൂടിയാണ് 172ാമത് ശ്രീനാരായണ ഗുരുജയന്തി ചടങ്ങുകൾക്ക് തുടക്കമായത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മാനവികതയുടെ സന്ദേശം മനുഷ്യഹൃദയത്തിലെത്തിച്ച പ്രേരക ശക്തിയായിരുന്നു ഗുരുദേവനെന്ന് അദ്ദേഹം പറഞ്ഞു. ലൗകികതയും ആത്മീയതയും രണ്ടായി കാണാതെ ഒരുമിച്ച് പോകുന്ന പരസ്പര പൂരകങ്ങളാണ് ഗുരുദേവൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ജീവാത്മാക്കളും പരമാത്മാവിൻ്റെ അംശമെന്ന നിലയിൽ ഭേദമില്ലാതെ അവസ്ഥയിലായിരുന്നു ഗുരുദേവൻ്റെ അദ്വൈതം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ തമ്മിലുള്ള വലിപ്പ ചെറുപ്പങ്ങളെ ഗുരു നിഷേധിക്കുകയാണുണ്ടായത്. സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യത്തെയാണ് ഗുരു സാമൂഹ്യ സമത്വത്തിൻ്റെ അടിത്തറയായി കണ്ടത്. ഗുരുദേവന്റെ കൃതികൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിന് ശ്രീനാരായണ ഗുരുദേവന്റെ പേര് നൽകണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, തിരുവനന്തപുരത്തിനോ കൊച്ചിക്കോ അല്ലെങ്കിൽ മലബാറിൽ കണ്ണൂരിനോ കോഴിക്കോടിന് ഒരു വിമാനത്താവളത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് നൽകുവാൻ ഇന്നത്തെ ഗവൺമെൻറ് ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് ശിവഗിരി മഠം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വൈകിട്ട് ചെമ്പഴന്തി ഗുരുകുലത്തിൽ നടന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളം അഭിമാനത്തോടുകൂടി ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണം, ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ്. ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പില്ലാത്ത ഈ ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു നാടാണ് കേരളം എന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പുണ്യമായ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് വിളിച്ചു പറയാവുന്ന ഒരു ദിവസം ഉണ്ടാകണം. ഉറക്കെ നമുക്ക് പറയണം, നമ്മളെല്ലാം അക്ഷരാർത്ഥത്തിൽ ശ്രീനാരായണീയരായി മാറണം. വി. മുരളീധരൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രാർത്ഥനകൾ, ദാർശനിക സമ്മേളനം, ചതയദിന സദ്യ, ഘോഷയാത്ര എന്നിവയും സംസ്ഥാന വ്യാപകമായി നടന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.